ഇങ്ങനെയൊരു വരി നമ്മൾ സാധാരണ വൈദികരെ കുറിച്ച് കേൾക്കാറുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ദൈവജനം നടത്തുന്ന നിലവിളിക്കുള്ള ഉത്തരമാണ് ഒരു വൈദികൻ. പിന്നെ ഇങ്ങനെ കൂടെ പറയാറുണ്ട്, പിന്നെ അതാണ് ഒരു നിലവിളിയുടെ കാരണം. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായിട്ട്, ഈ ഒരു കാലഘട്ടത്തിൽ വൈദികരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയും, രണ്ടാമതായിട്ട് ഈ വെല്ലുവിളികൾക്കിടയിൽ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികൾ ഒരുപാട് നേരിടുന്നുണ്ട്. സ്വജനത്തിന്റെ പക്ഷത്ത് നിന്ന് ഫൗസ്റ്റീനായിക്ക് വെളിപാട് കൊടുക്കുമ്പോൾ ഈശോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നീ ജനങ്ങളോട് പറയണം, പുരോഹിതന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം സ്വർഗത്ത് നിന്ന് എന്നെ ഭൂമിയിൽ എത്തിക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ്. അതുകൊണ്ട് സ്വർഗത്ത് നിന്ന് ദൈവത്തെ ഭൂമിയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ, അത് മനുഷ്യരും പിശാചും ഇങ്ങനെ നിരന്തരം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ കൂടെ നിൽക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ മാതാപിതാക്കളായ, ഞങ്ങളുടെ സഹോദരങ്ങളായ നിങ്ങളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ പുത്തനച്ഛനും നമ്മുടെ മുന്നിലേക്ക് ഒരു ദൃഷ്ടാന്തം ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി. ഇന്ന് ഈ ഒരു അൾത്താരയിലെ ഈ അച്ഛന്മാര് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അവര് കടന്നു വന്ന വഴികളിൽ, അവര് രാത്രികളിൽ ഒഴുക്കിയ കണ്ണുനീര്, അവര് കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തിയതിന്റെ വേദന നിറഞ്ഞ ഓർമ്മകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. അവരോട് ചേർന്ന് നിൽക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ മാറ്റി നിർത്താതെ അവരുടെ വേദനകളിലും അവരുടെ സങ്കടങ്ങളിലൊക്കെ അവരോട് കൂടെ നിൽക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം പ്രാർത്ഥനയിലൂടെയെങ്കിലും നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും ഈശോ എന്ന് വെച്ച് നീട്ടുന്നുണ്ട്. നിങ്ങൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സ്വർഗം തുറന്ന് ദൈവത്തെ ഭൂമിയിലെത്തിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു അച്ഛൻ വന്ന് പങ്കുവച്ചൊരു സങ്കടം ഇങ്ങനെയാണ്. അച്ഛൻ ഇടവകയിലെ യുവാക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു പെൺകുട്ടി, അവളൊരിത്തിരി ഉടായ്പൊക്കെ ഉള്ള, അപ്പോൾ അവളെ അങ്ങനെ വീട്ടുകാർ പുറത്തേക്കൊന്നും വിടില്ല. പക്ഷേ കൊച്ചച്ഛൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട്, അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം അവളിങ്ങനെ പള്ളിയിലെ യൂത്തിൻ്റെ പരിപാടികൾക്കൊക്കെ ഇങ്ങനെ പതിയെ വിടാൻ തുടങ്ങി. ഒരു കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ്, പേര് മാറ്റി സേവ് ചെയ്യും. അവർക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ പേരുകൾ മാറ്റി സേവ് ചെയ്യും. അപ്പോൾ ഈ പെൺകുട്ടി അവളുടെ കാമുകന്റെ പേരായിട്ട് സേവ് ചെയ്തിരിക്കുന്നത് ഈ കൊച്ചച്ഛൻ്റെ പേരാണ്. ഒരു ദിവസം തീരെ പ്രതീക്ഷിക്കാതെ ഈ അപ്പൻ ഫോൺ നോക്കുമ്പോൾ കാണുന്നത് കൊച്ചച്ഛൻ ഈ ഒരു പെൺകുട്ടിയുമായിട്ട് വളരെ മോശമായിട്ടുള്ള മെസ്സേജുകൾ കൈമാറിയിട്ടുണ്ട്, ചില ഫോട്ടോകൾ കൈമാറിയിട്ടുണ്ട്. എന്നിട്ട് ഈ അപ്പൻ ചെയ്യുന്നൊരു കാര്യം, നേരെ പള്ളിമേടയിലേക്ക് പോയി കൊച്ചച്ഛനെ ഒന്ന് ഫ്രീ ആകുന്നത് വരെ കാത്തിരുന്നിട്ട് കൊച്ചച്ഛൻ്റെ മുറിയിലേക്ക് കയറിയിട്ട് അച്ഛൻ്റെ മുഖത്തടിച്ച് അച്ഛൻ്റെ ഫോൺ വലിച്ച് നിലത്തെറിഞ്ഞുടച്ചിട്ട് ഈ മനുഷ്യൻ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. വൈകുന്നേരം ആകുമ്പോൾ കലി തീരാതെ വീണ്ടും മദ്യപിക്കാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ അച്ഛനെ പോയി കാണണമെന്നുള്ള ധാരണയിലാണ്. വീടിൻ്റെ പൂമുഖത്തിരുന്ന് അച്ഛനെ തെറി പറഞ്ഞ്, അച്ഛൻ്റെ മാതാപിതാക്കളെ തെറി പറഞ്ഞ് ഈ മനുഷ്യൻ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റാതാകുന്ന സമയത്ത് വീണ്ടും മകളുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അതിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വീണ്ടും വിളിക്കുന്ന സമയത്ത്, ആദ്യത്തെ ഒരു ശ്രമമാണത്. ഇതുവരെ അതങ്ങനെ ഒന്ന് ഓഡിറ്റ് ചെയ്യണമെന്ന് പോലും തോന്നിയിട്ടില്ല. അതിങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ തീരെ പരിചയമില്ലാത്തൊരു സംസാരമാണ് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നത്. ഈ മനുഷ്യന് കാര്യം മനസ്സിലായി. മകളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, വീട്ടിൽ പിടിക്കാതിരിക്കാൻ കൊച്ചച്ഛൻ്റെ പേരാണ് അതിൽ സേവ് ചെയ്തിട്ടുള്ളത്. ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ, ഞാൻ ഈ അച്ഛൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് അച്ഛൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് അച്ഛൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ കൊച്ചച്ഛൻ വരുമ്പോൾ ഈ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആ ചേട്ടനോട് പറയണമെന്നുണ്ട്, ഞാനല്ല എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ
ഒരു വാക്കുപോലും കേൾക്കാനായിട്ട് ആ മനുഷ്യൻ ഇടതന്നില്ല, ഒരു വാക്കുപോലും പറയാനായിട്ട് ഇടതന്നില്ല. എന്നിട്ട് കൊച്ചച്ഛൻ ചേർത്ത് വയ്ക്കുന്ന ഒരു വാക്കുണ്ട്, അച്ഛാ നമ്മളൊക്കെ അച്ഛന്മാരായതുകൊണ്ടാണോ, നമ്മളെയൊക്കെ തല്ലിയാൽ ആരും ചോദിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്? പുത്തനച്ഛനായിട്ട് തൈലത്തിൻ്റെ മണം ഒരു 2 വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു വൈദികൻ്റെ ഒരു ചോദ്യമാണ്. നമ്മൾ അച്ഛന്മാരായതുകൊണ്ടാണോ, നമ്മളോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ആരും ചോദിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? കുറേ നാളുകൾക്ക് മുന്നേ ഒരു സീനിയറായിട്ടുള്ള വൈദികൻ ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ സേവനം ചെയ്തിരുന്നൊരു ദേവാലയത്തിൽ ഈ അച്ഛനെതിരെ ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആകെ ചെയ്യുന്നത് കാഴ്ചവെപ്പിൻ്റെ സമയത്ത് അപ്പവും വീഞ്ഞും ഒക്കെ ഒരുക്കി വെക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ സത്യം തെളിയിക്കണേ. കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് കർത്താവ് സത്യം തെളിയിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മൾ ആരോട് പറയാനാണ്? ആരാണ് കേൾക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, വെല്ലുവിളി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പിന്നെ ഇങ്ങനെ എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുമ്പോൾ, അങ്ങനെ ഇറങ്ങിപ്പോകുന്നിടത്തേക്ക് പോലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തിരിച്ചു കയറാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ആരും ഇങ്ങനെ കൂടെയില്ല എന്ന് തോന്നുന്നൊരു നിമിഷം വരും. അതുതന്നെയാണ് ഒരു നൊമ്പരപ്പെടുത്തുന്ന വെല്ലുവിളിയായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വയ്ക്കാനായിട്ടുള്ളത്. അത് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് നമ്മൾ എത്ര വിളിച്ചാലും ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതിനെ ടാർഗറ്റിംഗ് എന്നുകൂടെ നമ്മൾ മാറ്റി പറയാനായിട്ട് കടപ്പെട്ടവരാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. വീട്ടിൽ പോയി ഗൂഗിൾ തുറന്ന് എടുത്തു നോക്കി മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ ഒരു വിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ, അത് എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഒരു അച്ഛനായിട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തന്ന ചില കാര്യങ്ങളാണ്. ഞാൻ അച്ഛനായിട്ട് 2ാമത്തെ വർഷം സേവനം ചെയ്യുന്നത് കർത്തേടം ഇടവകയിലാണ്. കർത്തേടത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചേച്ചി എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് 1 വർഷം കഴിയുന്നേ ഉള്ളൂ. ആ ചേച്ചി വന്നിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്, ആ ചേച്ചി വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ അച്ഛന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ സംശയത്തോടെയാണ് ആ ചേച്ചി നോക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ്റെയൊക്കെ പട്ടം നടക്കുന്നതിന് മുന്നേ ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ധ്യാനത്തിന് പോയി. ഞങ്ങളെ കൗൺസിലിംഗ് തന്ന സിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു അച്ഛനെ ദത്തെടുത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പട്ടത്തിൻ്റെ സമയത്ത് ഞങ്ങൾ 12 പേരിങ്ങനെ നിരന്നിപ്പുണ്ട്. ആ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടാവും കൂട്ടത്തിൽ ഏറ്റവും മെനകെട്ടത് ഞാനാണെന്ന്. അതുകൊണ്ടായിരിക്കും ഈ 12 പേരിൽ 11 പേരെ മാറ്റിയെടുത്തിട്ട് ആ ചേച്ചി എനിക്ക് വേണ്ടി ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ചേച്ചിയെ എനിക്ക് നേരിട്ട് പരിചയമില്ല. ഈ ചേച്ചിയെ ഞാൻ കാണുന്നത് ഞാൻ അവിടെ കൊച്ചച്ഛനായി ചെല്ലുന്ന സമയത്ത് മാത്രമാണ്. ഞാൻ അവിടെ കൊച്ചച്ഛനായിട്ട് ചെന്നില്ല എങ്കിൽ ആ ചേച്ചി അങ്ങനെ തന്നെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കും, ഒരിക്കൽ പോലും എൻ്റെ മുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ മുന്നിലേക്ക് ഈ വൈദികര് കടന്നു വരുമ്പോൾ, പുത്തനച്ഛന്മാർ കടന്നു വരുമ്പോൾ, നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. ഇത്ര വെല്ലുവിളികളുള്ളപ്പോഴും, ഇത്രയൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോഴും, ഇത്രയൊക്കെ കുറ്റാരോപണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വൈദികനായിട്ട് ജീവിക്കണമെന്ന് തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവാണ്. ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ നമ്മുടെയൊക്കെ ജീവിതത്തിന് ചുറ്റും ബലമായിട്ട് കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. അവസാനമായിട്ട് പ്രിയപ്പെട്ട അച്ഛന്മാരെ, എന്നെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവള് ക്യാൻസറിന് വിധേയമായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്ന പതിവുണ്ട്. കർത്താവ് ഇങ്ങനെ ചില സമയം കൊതിപ്പിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഈ പെൺകുട്ടിയെ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ്
രോഗം മൂർച്ഛിക്കുന്ന സമയത്താണ് പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് അതിങ്ങനെ കുറയുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അവരും വളരെ വിശ്വാസത്തോടുകൂടെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രോഗം മൂർച്ഛിച്ചു എന്നറിയുന്നു. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വീണ്ടും ഓപ്പറേഷൻ വേണമെന്നറിയുന്നു. ട്രീറ്റ്മെൻറ്റുകളെല്ലാം പുനരാരംഭിക്കണമെന്നറിയുന്നു. അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഈ പെൺകുട്ടി പെട്ടെന്നിങ്ങനെ മരിച്ചു പോകുന്നത്. പിന്നെ ഫ്യൂണറലിനൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കരയുമ്പോൾ ചിലപ്പോൾ പരിചയമുള്ള അച്ഛന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛന്മാരുടെ പേര് പറഞ്ഞൊക്കെ കരയും. അതൊക്കെ കേട്ടിങ്ങനെ വീണ്ടും പ്രാർത്ഥന ചൊല്ലി നിൽക്കുന്ന ഞങ്ങളുടെ ഗതികേട്. അതുകൊണ്ട് ഫ്യൂണറലിന് മുമ്പ് തന്നെ ഈ കൊച്ചിനെ ഒന്ന് പോയി കാണാം. ഫ്യൂണറലിന് പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് എല്ലാവരും പന്തലിടുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്. അമ്മയും അപ്പനും ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഈ പെട്ടിയുടെ അരികിലിരുന്ന് വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥന തുടങ്ങാനായിട്ട് അമ്മയൊക്കെ പിടിച്ചിങ്ങനെ മിണ്ടാതിരിയെന്നൊക്കെ പറഞ്ഞ ആളുകൾ വായൊക്കെ പൊത്തിപ്പിടിച്ച് മിണ്ടാതെ നിർത്തുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഒച്ചയിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മാത്രം പതിയെ ചെന്നിട്ട് ശവമഞ്ചത്തിൽ കിടക്കുന്ന കുട്ടിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഉമ്മ കൊടുത്തു കഴിയുമ്പോൾ ഈ അമ്മയുടെ കരച്ചിലിനിടയിൽ അമ്മ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: എൻ്റെ മോൾക്കിനി ഇതിലും വലിയ എന്ത് വേണം? ഈശോയുടെ രക്തം കുടിക്കുന്ന ചുണ്ടുകൊണ്ട് അവൾക്കൊരു ഉമ്മ കിട്ടിയില്ലേ? എൻ്റെ മോൾക്കിനി ഇതിലും വലുതെന്തു വേണം? ഈശോയുടെ രക്തം കുടിക്കുന്ന ചുണ്ടുകൊണ്ട് അവൾക്കൊരു മുത്തം കിട്ടിയില്ലേ? ചുണ്ട് ഈശോയുടെ രക്തം കുടിക്കുന്നതാണ്. നാവ് ഈശോയുടെ വചനം പറയുന്നതാണ്. ശരീരം ഈശോയുടെ തിരുശരീരം എടുത്ത് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുന്നതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം.